രാഹുൽ മാധ്യമങ്ങളെ കാണുന്നത് അദ്ദേഹത്തിനെതിരെ കൂടുതൽ ആരോപണങ്ങൾ ഉയരുകയും പാർട്ടിയിൽ നിന്ന് തന്നെ രാജി ആവശ്യവുമൊക്കെ ശക്തമായി ഉയർന്ന പശ്ചാത്തലത്തിലാണ് മാധ്യമങ്ങളെ വീണ്ടും കാണാൻ തീരുമാനിച്ചത് എന്ന വിവരമാണ് അജി കുഞ്ഞുമോൻ നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നത്. ഇപ്പോൾ നമ്മൾ കേട്ടത് രാഹുലും യുവതിയും തമ്മിലുള്ള ശബ്ദരേഖയുടെ കൂടുതൽ ഭാഗങ്ങളാണ്. അത് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. നിർബന്ധിതമായ ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്നതും അല്ലെങ്കിൽ താൻ ആത്മഹത്യ ചെയ്ത് കളയുമെന്ന് ഭീഷണി മുഴക്കുന്നുണ്ട്. ആ സ്ത്രീയോട് അപേക്ഷിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടം. പിന്നീട് കൊലപാതകത്തെക്കുറിച്ച് ഉള്ള സംസാരം നടക്കുന്നുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള, അതായത് ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ട് അവരെ ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കാനുള്ള രീതിയിലേക്ക് പോകുന്നതായിട്ടാണ് ആ ശബ്ദരേഖയുടെ പൂർണ്ണരൂപം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അതിന്റെ പ്രസക്ത ഭാഗങ്ങളാണ് ഇപ്പോൾ നമ്മൾ കേൾപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് പറയാം, അതിജീവിത പറയുന്നുണ്ട്, അതുണ്ടായാൽ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയുമ്പോൾ രാഹുൽ താൻ എന്താണ് ചെയ്യാൻ പോകുന്നത്, താൻ എന്താണ് പറഞ്ഞു കൊണ്ടുവരിക എന്ന്. അപ്പോൾ അതിജീവിത പറയുന്നു, ഞാൻ കൊണ്ടുവരത്തില്ല, അത് സേഫ് ആയിരിക്കും, അതിനെ ഇവിടെ വന്നാൽ താൻ കൊന്നുകളയും എന്ന് എനിക്കറിയാം എന്നൊക്കെ പറയുന്നുണ്ട്. രാഹുൽ താൻ എന്താ സിനിമ കാണുകയാണോ, അതിജീവിതം സംബന്ധിച്ചു ഇത്രയും കൊണ്ടിരുന്നതെല്ലാം സിനിമയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ബാക്കിയുള്ളവരുടെ ഇമോഷൻസിനൊന്നും താൻ ഭയങ്കര പ്രാക്ടിക്കലായിട്ടുള്ള ആളാണ്. അവർ എന്താണ് ചിന്തിക്കുന്നത്, അവർക്ക് എങ്ങനെ സംഭവിക്കും, എന്ത് ബോണ്ടിങ് ആണ് ഉണ്ടാകുക, അതൊന്നും തനിക്കറിയത്തില്ല എന്ന് അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടം താൻ എപ്പോഴും തൻ്റെ കാര്യമല്ലേ പറയുന്നതെന്ന് പറയുന്നു. അപ്പോൾ യുവതി, എന്നേക്കാൾ ഇമ്പോർട്ടൻസ് എൻ്റെ ലൈഫിൽ വരുന്ന ഒരു കുഞ്ഞിന് ഞാൻ കൊടുക്കുന്നുണ്ട്, അതെൻ്റെ സ്നേഹമാണ്, അത് തൻ്റെ പോലത്തെ സ്നേഹമല്ല എന്ന് പറയുന്നു. രാഹുൽ ആ കുഞ്ഞ് എങ്ങനെയാണ് വളരുന്നത് എന്ന് ചോദിക്കുന്നു. അത് താൻ നോക്കിക്കോളാം, എനിക്ക് അന്തസ്സായി വളർത്താൻ കഴിയും, തൻ്റെ ഒരു സഹായവും ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ അത് തൻ്റെ ലൈഫിനെ ബാധിക്കും എന്നാണ് രാഹുൽ മാങ്കൂട്ടം അപ്പോഴൊക്കെ പറയുന്നത്. അപ്പോൾ അതിനവർ മറുപടി കൊടുക്കുന്നുണ്ട്, തൻ്റെ ലൈഫ് തകരത്തൊന്നുമില്ല, ഉറപ്പായും തൻ്റെ ലൈഫ് തകരും എന്ന രാഹുൽ മാങ്കൂട്ടം മറുപടി കൊടുക്കുന്നതും ശബ്ദരേഖയിലുണ്ട്. തകരുന്ന പണിയാണ് നീ ചെയ്യുന്നത് എന്ന് പറയുന്നു. അപ്പോൾ ആ യുവതി പറയുന്നുണ്ട്, തൻ്റെ ലൈഫ് തകരുന്ന ഒരു പണിയും താൻ ചെയ്യില്ല എന്നൊക്കെ അവർ വിശദീകരിക്കുന്നുണ്ട്. ഇതിനിടയിൽ രാഹുൽ മാങ്കൂട്ടം ആ യുവതിയെ അസഭ്യം പറയുന്നതുമൊക്കെ ഈ ശബ്ദ സംപ്രേഷണത്തിലുണ്ട്, ശബ്ദരേഖയിലുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. താനും തകർന്നിരിക്കുകയാണ് എന്നൊക്കെ രാഹുൽ മാങ്കൂട്ടം ഇതിനകത്ത് പറയുന്നുണ്ട്. അതായത് ഭീഷണിപ്പെടുത്തുന്നു, അപേക്ഷിക്കുന്നു, അങ്ങനെ പല വിധത്തിൽ ഈ പിന്മാറണം, അബോർഷന് വിധേയമാക്കണം എന്ന ആവശ്യം ഉന്നയിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശബ്ദമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ശബ്ദരേഖയിലും കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മുമ്പ് പുറത്തു വന്ന ശബ്ദരേഖയുടെ ഒരു കൂടുതൽ ഭാഗങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മുമ്പ് വന്ന ശബ്ദരേഖയും നിഷേധിക്കപ്പെട്ടിട്ടില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ ഇതിനോട് എന്തു മറുപടി പറയും എന്നാണ് നമുക്ക് അറിയാനുള്ളത് ഇനി എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടം അല്പസമയത്തിനകം, ഏതാണ്ട് അരമണിക്കൂറിനകം മാധ്യമങ്ങളെ കാണും എന്ന് അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അടൂരിലെ വീട്ടിൽ വെച്ചാണ് മാധ്യമങ്ങളെ കാണുക. സ്വാഭാവികമായും ഇന്നുണ്ടായ പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ വിശദീകരണങ്ങൾ നൽകാനായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതിനിടയിൽ പാർട്ടിയിൽ നിന്നും രാജി വേണമെന്ന കടുത്ത നിലപാട് വി.ഡി. സതീശൻ എടുത്തിട്ടുണ്ട്. അദ്ദേഹം അക്കാര്യം പരസ്യമായി സൂചന നൽകുന്ന നിലയിലേക്ക് എടുത്തിരുന്നു. ഇപ്പോഴത്തേത് ആദ്യഘട്ട നടപടിയാണ് എന്നും കൂടുതൽ നടപടികൾ വരും എന്ന സൂചന വരും എന്ന് തന്നെ വ്യക്തമാക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രാഹുൽ രാജിവെക്കണം, MLA സ്ഥാനത്ത് നിന്ന് രാജിവെക്കണം എന്നതാണ് വി.ഡി. സതീശന്റെ നിലപാട്. അത് അദ്ദേഹം നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ KPCC നേതൃത്വം ആ നിലപാടിലേക്ക് ഇതുവരെയും എത്തിച്ചേർന്നിട്ടില്ല. അതിനിടയിലാണ് പുതിയ ശബ്ദരേഖകൾ പുറത്തു വരുന്നത്. അത് രാഹുൽ മാങ്കൂട്ടത്തെയും പാർട്ടിയും ഒക്കെ പ്രതിരോധത്തിലാക്കുന്നതാണ് എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവും ഇല്ല. കാരണം ഇതിൽ കുറെ കൂടി വ്യക്തമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. കാണണമെന്ന് രാഹുൽ മാങ്കൂട്ടം ആവശ്യപ്പെടുന്നുണ്ട് അവരോട്, അതായത് അവരെ സ്വാധീനിക്കാനായി കാണണം എന്ന നിലയിൽ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ പലതരത്തിൽ ഇത് ഈ ശബ്ദരേഖയുടെ പൂർണ്ണരൂപം നമ്മൾ പരിശോധിക്കുമ്പോൾ അതിലുണ്ട്. രാഹുൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, അപേക്ഷിക്കുകയും സമ്മർദ്ദം ചെലുത്തുകയും ചീത്ത വിളിക്കുകയും ഒക്കെ ഈ ശബ്ദരേഖയിൽ ഉണ്ട്. അതിൽ ആ ചീത്ത വിളിക്കുന്ന ഭാഗങ്ങളൊന്നും നമുക്ക് കേൾപ്പിക്കാൻ കഴിയില്ല എന്നതാണ് വസ്തുത. അത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടം ഈ പ്രതിസന്ധിയിൽ നിന്നും ഊരിയെടുക്കാൻ, അദ്ദേഹത്തിന് ഊരി രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ആ യുവതി ഇത് ആകെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ യുവതി ആ കുഞ്ഞിനെ വളർത്തണമെന്നും അബോർഷന് താൻ തയ്യാറല്ല എന്നും വിശദീകരിക്കുന്ന ഘട്ടമാണ് അതിനകത്ത് ഉള്ളത്. എന്നാൽ അബോർഷൻ അവരെ പ്രേരിപ്പിക്കാനുള്ള നീക്കങ്ങൾ രാഹുൽ മാങ്കൂട്ടം നടത്തുന്നതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ശബ്ദ രേഖയിൽ ഉള്ളത്.
അജി. ഒപ്പം തന്നെ